മുറുമുറുപ്പിൽ കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മുറുമുറുപ്പ് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതായത് ഈ പറയുന്ന ഇപ്പോൾ വ്യത്യസ്ത സ്വരങ്ങൾ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും വിഷയം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരിടത്ത് പത്മകുമാറിൻ്റെ കാര്യം പറയുന്നു, പിന്നെ സുകന്യയാണ്, പി ജയരാജനാണ്, മേഴ്സിക്കുട്ടിയമ്മയാണ്, പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി MP രാജേഷിൻ്റെ വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ അവഗണിക്കപ്പെട്ടവരും പ്രതികരിച്ചവരുമായവരുടെ ഒരു നിരയുണ്ട്. ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് പത്മകുമാർ പാർട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഗൗരവത്തിലുള്ളൊരു വിഷയം ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ പാർലമെന്ററി രംഗത്തുള്ളവർക്ക് പെട്ടെന്ന് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നു. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായി നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ആ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് അറിയാത്ത കാര്യമല്ല. പാർട്ടിക്ക് ഒരു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവ് പറഞ്ഞു കൊടുത്തിട്ട് അറിയേണ്ട കാര്യമല്ല, പാർട്ടിക്ക് അറിയാവുന്നതാണ്. പാർട്ടിക്ക് ഇതിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ ഒഴിവാക്കപ്പെടുകയും ചിലർ അതിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനി പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകും. നമ്മളിപ്പോൾ സമ്മേളനത്തിന് ശേഷം നമ്മൾ ഇന്നലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞ അടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ വേറെ മുറുമുറുപ്പുകളൊന്നുമില്ലാതെ തന്നെ ഇത് അവസാനിച്ചു എന്ന രൂപത്തിലും ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് നമ്മൾ കാണുമ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ രീതി ഉണ്ടാകുന്നത് ഇപ്പോൾ പത്മകുമാറിൻ്റെ പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ പ്രതികരണം സാധാരണയിൽ പാർട്ടി രീതിയല്ല. പാർട്ടിയിൽ 52 വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു നേതാവ്, താൻ SFIയിലൂടെയും DYFയിലൂടെയും ഒക്കെ വന്ന് പ്രവർത്തിച്ച നേതാവ് എന്ന് 15-ാം വയസ്സിൽ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു നേതാവ് ഒരു പാർട്ടി രീതിയിലല്ലാതെ പ്രതികരണത്തിലേക്ക് വരുന്നു. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റാണ്, പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് അത് മാറ്റുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതിലും രൂക്ഷമായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ പെട്ടെന്ന് 9 വർഷം ഒരു MLA മന്ത്രിയും ഒക്കെ ആവുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാകാൻ സാധിക്കുന്നു. അപ്പുറത്ത് വർഷങ്ങളോളം പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് നിന്നുകൊണ്ട് പാർട്ടി വിജയിക്കാൻ പ്രവർത്തിക്കുന്നവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഈ രൂപത്തിൽ പറഞ്ഞാൽ പാർട്ടി ഇങ്ങനെയല്ല സാധാരണഗതിയിൽ പ്രതികരിക്കാറ്. പുറത്താക്കൽ എന്നൊരു നടപടിയിലേക്ക് പോകും. കാരണം അദ്ദേഹം പറഞ്ഞത് സംഘടനാ നടപടിയെങ്കിൽ താൻ വിരമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരാൾക്ക് പരസ്യമായി പറഞ്ഞിട്ട് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം കുറച്ചു കാലം MLA ആയിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ശബരിമല വിഷയം വരുന്ന ഘട്ടത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ ചില സമീപനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ചുമതലയാണ് എന്ന് അദ്ദേഹം അത് വിശദീകരിച്ചുവെങ്കിലും പാർട്ടി അന്നെടുത്ത വലിയ വിപ്ലവകരമായ ഒരു നിലപാടിനൊപ്പം അദ്ദേഹം നിന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന നേതാവുമായി വളരെ അടുത്ത നേതാവ് തന്നെയാണ് പത്മകുമാർ. ആ പത്മകുമാറിനെ കൈവിടിയില്ല എന്നൊരു സൂചനകൾ ആയിരിക്കണം ഒരുപക്ഷെ രാജു എബ്രഹാം അദ്ദേഹത്തെ പോയി കണ്ടതിൻ്റെ ഒരു കാര്യമായി കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ നേതാവിനെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ കാണുന്നത്. പത്തനംതിട്ട ഇപ്പോൾ ഈ സമ്മേളനം മുഴുവൻ മൂന്നാം ഊഴം എന്ന ചർച്ചയിലേക്കാണല്ലോ പോകുന്നത്. മൂന്നാം ഊഴം എന്ന് പറയുമ്പോൾ മൂന്നാം ഊഴത്തിൽ ഒന്നും നഷ്ടപ്പെടുത്താനാവില്ല. നിലവിൽ നമുക്ക് പരിഗണന കൊടുത്തതുകൊണ്ട് കിട്ടിയിരിക്കുന്ന വോട്ട് അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടും പ്രധാനമാണ്, നായർ വോട്ടും പ്രധാനമാണ്. അങ്ങനെ ആ 2 വോട്ടും നേടിത്തരുന്ന നേതാക്കളെ ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട് പാർട്ടിക്ക്. അതുകൊണ്ട് വീണ ജോർജ് എങ്ങനെയാണോ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും പിന്നീട് പാർട്ടിയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. അപ്പുറത്ത് പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നും അവർക്കില്ലായിരിക്കാം. പക്ഷേ അവരെ കൊണ്ട് ജയിക്കാനായി, അവർക്കൊരു മന്ത്രിയാകാനായി, അവർക്ക് അവിടെ ക്രിസ്ത്യൻ വോട്ട് നേടാനായി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും നായർ വോട്ടിൽ നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിൽ സ്വാധീനമുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പുറത്ത് കണ്ടല്ലോ നമ്മൾ ഈ നിമിഷം വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ BJP ജില്ലാ നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൃപ്തരെ കാണാൻ പോകുന്നു, വളരെ വേഗം ആ ചൂണ്ടയുമായി അവർ എത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ EP-യുമായി BJP നേതാക്കൾ നമ്മൾ കണ്ടതാണ്. EP ഒരു അസ്വാരസ്യം പറഞ്ഞു പുറത്തേക്കൊരു അത് പ്രകടിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹത്തെ കാണാൻ പോയി, അദ്ദേഹത്തെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗൗരവം പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ BJP-യിലേക്ക് പോകേണ്ട ഒരു നേതാവല്ല, അങ്ങനെ പോയാൽ ഒരു നഷ്ടമായിരിക്കുമെന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു പ്രതികരണമായിട്ടാണ്. അല്ലാതെ ഈ പാർലമെൻ്ററി
രംഗത്തേക്ക് പോയ നേതാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സുകന്യയുമായി ബന്ധപ്പെട്ടാണ്, സുകന്യയും നമ്മൾ ബ്രേക്കിംഗ് ന്യൂസിൽ നമ്മൾ വിളിച്ചിരുന്നു. അവർ ആ സമയത്ത് വൈകാരികമായ പ്രതികരണം തന്നെയാണ് നടത്തിയത്. അത് നിരാശയിൽ നിന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി നേതാവ് കൂടിയായതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിൽ അവർക്ക് നിരാശയുണ്ട്. അത് അവർ കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി പി ജയരാജനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പി ജയരാജൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടിക്ക് വേണ്ടി ആദ്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പാർട്ടിക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി തിരുത്താനുള്ള ശ്രമങ്ങൾക്കും അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ട്രീമുമായുള്ള ചർച്ചകൾക്കൊക്കെ അദ്ദേഹം തന്നെ മുൻകൈയെടുത്തു. അവിടെ BJP CPM സംഘർഷങ്ങൾക്ക് അയവ് വന്ന് അതിനുശേഷമാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് ഒപ്പം തന്നെ നിന്നിരുന്ന പി ജയരാജനും പിണറായി വിജയനും തമ്മിലുള്ള സമവാക്യങ്ങൾ മാറുന്നത് ജയരാജൻ ജില്ലാ സെക്രട്ടറിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായ ഘട്ടത്തിലാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ കാരണഭൂതൻ പാട്ടിന് മുൻപ് ജയരാജനെ പുകഴ്ത്തിയുള്ള പാട്ടാണല്ലോ ആദ്യം വന്നത്. അന്ന് അതിശക്തമായി പിണറായി വിജയൻ പ്രതികരിക്കുന്നു. പിന്നീട് കാരണഭൂതൻ വരുമ്പോൾ അതിൽ ഒരു പ്രശ്നമില്ലാതാകുന്നു. ഇതൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോഴും ജയരാജന് വേണ്ടിയുള്ള മുറവിളി ഒരു വശത്ത് നൽകുന്നുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹം അടുത്ത സമ്മേളനമാകുമ്പോഴേക്ക് 75 വയസ്സാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ അവർ രാഷ്ട്രീയമായി പാർട്ടിക്ക് വേണ്ടി മോശം ശൈലി എന്ന് പറയാമെങ്കിലും അദ്ദേഹം ആ രൂപത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് വേറെ ഒരു നേട്ടവും അവർക്ക് ഉണ്ടായിട്ടില്ല, കുടുംബത്തിനും ആ നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് പലപ്പോഴും ചർച്ച ചെയ്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വൈകാരികമായി പ്രതികരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ജയരാജനെ സംബന്ധിച്ച് അത് അവിടെ അവസാനിക്കുകയാണെന്നൊരു വിഷയം കൂടിയുണ്ട്. MP രാജേഷിൻ്റെ കാര്യം പറയുമ്പോൾ MP രാജേഷിനെ കഴിഞ്ഞ തവണ സെക്രട്ടറിയിലേക്ക് പരിഗണിക്കായിരുന്നത് അദ്ദേഹം സ്പീക്കറായിരുന്നുകൊണ്ടാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ഒരു കൃത്യമായ മറുപടി എവിടെ നിന്നും കിട്ടുന്നില്ല. അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കും. പക്ഷേ പോയി എന്നുള്ളത് മാധ്യമങ്ങളെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ആരാണ്? മേഴ്സിക്കുട്ടിയമ്മയും എത്ര കാലമായി പാർട്ടിയുടെ പ്രധാന തലങ്ങളിൽ നിന്നിട്ടുള്ളതാണ്, മന്ത്രിയായിട്ടുള്ളതാണ്, നല്ല പ്രവർത്തകയാണ്, നല്ല തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സമവാക്യങ്ങളിൽ ഒരു മറുഭാഗത്ത് നിന്നിരുന്ന നേതാവാണ്. ഒരു ഘട്ടത്തിൽ അതിനുശേഷം അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാലത്തും നേതാക്കളെ പരിഗണിക്കുന്നതിനും അവഗണിക്കുന്നതിനും ഒക്കെ പ്രത്യേകിച്ച കാരണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് മൂന്നാമൂഴം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മുറുമുറുപ്പുകളും ചെവി കൊള്ളാൻ പാർട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ട് മനു തോമസിൻ്റെ കത്താണ് ജില്ലാ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെ പി ജയരാജന് ബന്ധം എന്നുള്ള കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കത്തിന് ഉടനടി നടപടിയില്ലേ വേണ്ടത്? അതവിടെ വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി വെക്കുകയല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല, ഇനി അത് മതി, ഇത്രയേ ഉള്ളൂ വളർച്ച എന്ന് പാർട്ടി കൃത്യമായി മെസ്സേജ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തുടരാം. Meet the editors.